നമസ്കാരം. ഒരു വീഡിയോ ദൃശ്യമുണ്ട്. ആ വീഡിയോ ദൃശ്യത്തെ ഞാനൊന്ന് പറഞ്ഞു തരാം. ഇതിനുള്ളിലൂടെ കാണിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്, അതുകൊണ്ടാണ്. ഒരു ഷോർട്സ് വീഡിയോ ആണ്. മുകളില് ഇന്ത്യൻ ദേശീയ പതാക വലിച്ചു കീറുന്ന ഒരു അമേരിക്കക്കാരൻ, താഴത്തെ പകുതിയിൽ ഇന്ത്യൻ ദേശീയ പതാക ടേബിളിൽ നിന്ന് താഴെ വീണ് കിടക്കുന്ന ദേശീയ പതാക ആദരവോടെ എടുത്ത് ടേബിളിൽ വെച്ച് നടന്നു പോകുന്ന പാകിസ്ഥാനി കായിക താരം. ഈ വീഡിയോ വളരെ പ്രാധാന്യമുള്ള വീഡിയോ ആണ്. ഇത് നിങ്ങളുടെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഇനിയുള്ള ബാക്കിയുള്ള ഭാഗങ്ങൾ കേൾക്കാൻ. ആദ്യത്തെ ദൃശ്യം, ഒരു അമേരിക്കൻ സിറ്റിസൺ, അയാൾ ഇന്ത്യയുടെ ദേശീയ പതാക, നമ്മൾ ആദരിക്കുന്ന, നമ്മൾ ബഹുമാനപൂർവ്വം കാണുന്ന, നമ്മളെന്നല്ല എല്ലാ ലോകരാജ്യങ്ങളും മറ്റുള്ളവരുടെ പതാകകളെ ആദരിക്കും, അവരുടെ ദേശീയ പതാകകളെ. അത് മനുഷ്യന്മാർക്ക് വിവരം ബോധമുള്ളവരുടെ, ഭരണാധികാരികളുടെയും പൗരന്മാരുടെയും കടമയാണ്. അപ്പോ ആ ദേശീയ പതാകയെ വലിച്ചു കീറി ഇന്ത്യയെ അപമാനിക്കുന്ന ഒരു അമേരിക്കൻ പൗരനെയാണ് നമ്മളത് കണ്ടത്. അതിന് കാരണമുണ്ട്, ഞാൻ വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട്. രണ്ടാമത് നിങ്ങൾ കണ്ടത് ടേബിളിൽ നിന്ന് നിലത്ത് വീണ് കിടന്ന ദേശീയ പതാക, ഇന്ത്യയുടെ ദേശീയ പതാക. ആ ദേശീയ പതാകയെ ആദരവോടെ എടുത്ത് അത് മേശപ്പുറത്തേക്ക് വെക്കുന്ന, അതങ്ങനെ ചവിട്ടി അരയ്ക്കാനുള്ളതല്ല, അതൊരു നമ്മുടെ ഭാരതത്തിന്റെ ദേശീയ പതാകയാണ്, ഒരു രാജ്യത്തിന്റെ ദേശീയ പതാകയാണെന്ന ബോധം ഉൾക്കൊണ്ടുകൊണ്ട് എടുത്ത് മേശപ്പുറത്തേക്ക് വെക്കുന്ന നമ്മുടെ ശത്രു രാജ്യത്തെ ഒരു സ്പോർട്സ് പ്രതിനിധിയുടെ ഒരു കാര്യമാണ്. സ്പോർട്സ് ഒരു കായിക താരത്തിന്റെ പ്രവൃത്തിയാണ്. നോക്കൂ, സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഈ വീഡിയോ കേവലം രണ്ട് വ്യത്യസ്ത ദൃശ്യങ്ങളുടെ കൂട്ടിച്ചേർക്കലല്ല, മറിച്ച് അത് പാശ്ചാത്യ ലോകത്തിന്റെ അഹന്ത നിറഞ്ഞ വംശീയ വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയ അതിർവരമ്പുകൾക്കപ്പുറം ഇന്ത്യ പാക് ജനതകൾക്കിടയിൽ നിലനിൽക്കുന്ന ആഴത്തിലുള്ള സാംസ്കാരിക സൗഹൃദത്തിന്റെയും കൂടി നേർചിത്രമാണ്. ഒരു വശത്ത് ലോകത്തെ നിയന്ത്രിക്കുന്നു എന്ന് അഹങ്കരിക്കുന്ന അമേരിക്കയുടെ ഇന്ത്യൻ വിരുദ്ധ മനോഭാവവും, മറുവശത്ത് ശത്രുതയുടെ രാഷ്ട്രീയ പുകമറകൾക്കിടയിലും പരസ്പരം ആദരിക്കുന്ന രണ്ട് ജനതകളുടെ സ്നേഹവും ഈ ദൃശ്യങ്ങളിൽ വ്യക്തമായി പ്രതിഫലിക്കുന്നുണ്ട്. അമേരിക്കയിലെ ടെക്സാസിലെ ഫ്രിസ്കോ നഗരത്തിൽ വെച്ച് ക്ലൈറ്റൺ വാക്കർ എന്ന അമേരിക്കൻ സ്വദേശി ഇന്ത്യൻ ദേശീയ പതാക പരസ്യമായി വലിച്ചു കീറിയ സംഭവമാണ് നിങ്ങൾ കണ്ടത്. ഇത് ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട വ്യക്തിയുടെ ഒരു ഭ്രാന്തൊന്നുമല്ല. അത് ഇന്ത്യക്കാരെ എക്കാലത്തും തങ്ങളുടെ കാൽ കീഴിൽ നിർത്താൻ ആഗ്രഹിക്കുന്ന അമേരിക്കൻ സാമ്രാജ്യത്വ മനോഭാവത്തിന്റെ വികൃതമായിട്ടുള്ള പുറംചട്ടയാണ്. ഇന്ത്യക്കാർ തങ്ങൾക്ക് വിധേയപ്പെട്ട് കഴിയേണ്ടവരാണ് എന്നുള്ള ഒരുതരം അതീശത്വ ചിന്താഗതി അമേരിക്കൻ ഭരണകൂടം മുതൽ അവിടുത്തെ സാധാരണ പൗരന്മാർ വരെ പലപ്പോഴായി പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യക്കാരെ അപമാനിക്കുന്നതും ഇന്ത്യക്കാരെ അവഹേളിക്കുന്നതും ഒരു ഹരമായി കൊണ്ടു നടക്കുന്ന ഈ വംശവെറിയുടെ പ്രകടമായ തെളിവുകൾ, ആ തെളിവുകളാൽ സമ്പന്നമാണ് ചരിത്രം എന്ന് പറയുന്നത്. ഡൊണാൾഡ് ട്രംപ് അയാളുടെ ആദ്യ ഭരണകാലത്ത് ഇന്ത്യയുമായിട്ട് വലിയ ഒരു സൗഹൃദം പാലിക്കേണ്ടായി. ഹൗഡി മോഡി പോലെയുള്ള വലിയ പരിപാടികൾ നടത്തി. എന്നിട്ട് അത് കേവല രാഷ്ട്രീയ നേട്ടങ്ങൾക്കും ഇന്ത്യയിലെ ഒരു വലിയ വിപണി തുറന്നു കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ അത് ലക്ഷ്യമിട്ടുമായിരുന്നു എന്നുള്ളത് പക്ഷേ ലോകം ഒരുപക്ഷെ ചർച്ച ചെയ്തില്ല. എന്നാൽ തന്റെ രണ്ടാമത്തെ വരവില് ആദ്യം അവർ എന്താണ് ഉദ്ദേശിച്ചത് അത് നടന്നില്ല എന്നതുകൊണ്ട് തന്നെ കടുത്ത താരിഫ് വർധനവുകളിലൂടെയും വ്യാപാര ഉപരോധ ഭീഷണികളിലൂടെയും ഒക്കെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ശ്വാസം മുട്ടിക്കാൻ വേണ്ടി ട്രംപ് ശ്രമിച്ചത് അമേരിക്കയുടെ ഈ അവസരവാദ രാഷ്ട്രീയത്തിന്റെ തെളിവായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. സൗഹൃദം നടിച്ചുകൊണ്ട് തന്നെ ഇന്ത്യയെ സാമ്പത്തികമായി ദ്രോഹിക്കുന്ന ഈ ഇരട്ടത്താപ്പാണ് താഴെ തട്ടിലുള്ള വംശീയവാദികൾക്ക് ഇന്ത്യക്കെതിരെ തിരിയാനുള്ള പ്രോത്സാഹനം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ അഭിമാനവും മുൻ രാഷ്ട്രപതിയുമായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ US വിമാനത്താവളത്തിൽ വെച്ച് 2 തവണ 2009 2011 2 തവണയാണ് സുരക്ഷാ പരിശോധനയുടെ പേരിൽ അപമാനിച്ച് ഷൂസ് വരെ അഴിപ്പിച്ച് പരിശോധിച്ചത്. രാജ്യം മറന്നിട്ടൊന്നുമില്ല. ആഗോളതലത്തിൽ കോടിക്കണക്കിന് ആരാധകരുള്ള ഷാരൂഖ് ഖാൻ എന്ന ഇന്ത്യൻ സിനിമാ നടൻ, അറിയാമല്ലോ, ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും ഷാരൂഖ് ഖാനെ അറിയാത്തവരില്ല. അതേ ഷാരൂഖ് ഖാനെ ഒന്നിലധികം തവണ വിമാനത്താവളങ്ങളിൽ മണിക്കൂറുകളോളം തടഞ്ഞു വെച്ച ഒരു അമേരിക്കയുടെ ഒരു പ്രവൃത്തി ഈ വംശീയ വേർതിരിവിന്റെ ആ ഭാഗമല്ലാതെ മറ്റൊന്നുമല്ല. രാജ്യത്തിന്റെ പ്രഥമ പൗരനും കലാകാരന്മാർക്കും പോലും തങ്ങളുടെ ചർമ്മത്തിന്റെ നിറവും അവരുടെ പേരും കാരണം വിവേചനം നേരിടേണ്ടി വരുന്ന ഒരു നാട്ടിൽ തെരുവിൽ വെച്ച് ഒരു വംശീയവാദി ഇന്ത്യൻ പതാക വലിച്ചു കീറി വിദ്വേഷ മുദ്രാവാക്യം വിളിക്കുന്നതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ജനാധിപത്യത്തിന്റെ കാവലാളുകളെന്ന് സ്വയം അങ്ങനെ പ്രഖ്യാപിച്ച അഭിമാന പുളകം കൊള്ളുന്ന അമേരിക്കയുടെ ഉള്ളിലിരിപ്പ് എത്രത്തോളം വംശവെറിയും കലർന്ന അക്രമാസക്തവുമാണ് എന്ന് ഈ സംഭവം ലോകത്തിന് മുന്നിൽ വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വംശീയ ക്രൂരതയുടെ ആ ദൃശ്യത്തിന് തൊട്ട് താഴെ ആ വീഡിയോയിൽ തന്നെയാണ് അടുത്ത വീഡിയോ നമ്മൾ കാണുന്നത്. ടേബിളിനടിയിൽ വീണ് കിടക്കുന്ന ഇന്ത്യൻ ദേശീയ പതാകയെ ഒരു പാകിസ്ഥാൻ കായിക താരം അങ്ങേയറ്റത്തെ ആദരവോടും
ഭക്തിയോടും എടുത്തുയർത്തി ഭദ്രമായി അത് മേശപ്പുറത്ത് സ്ഥാപിക്കുന്ന ഹൃദയസ്പർശിയായ ദൃശ്യം അതാണ് നമ്മൾ കാണുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും ഭരണപരമായും സൈനികപരമായും രണ്ട് ശത്രു രാജ്യങ്ങളാണ് എന്ന് തർക്കമല്ലാത്ത വസ്തുതയാണ്. എല്ലാവർക്കും അറിയാം. ഇന്ത്യൻ മണ്ണിലിരുന്ന് ഇന്ത്യക്കെതിരെ സംസാരിക്കുന്ന വിഘടനവാദികളെ പോലെ തന്നെ ഇന്ത്യയെ തകർക്കാൻ വേണ്ടി അഹോരാത്രം ശ്രമിക്കുന്ന ഭീകരവാദികളും തീവ്ര ചിന്താഗതിക്കാരും പാകിസ്ഥാനിലുമുണ്ട് എന്നതും സത്യം തന്നെയാണ്. എന്നാൽ ഇരു രാജ്യങ്ങളിലെയും ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായ ജനങ്ങളുണ്ട്. അവരുടെ യഥാർത്ഥ മനസ്സെന്ന് പറഞ്ഞാൽ ഇതല്ല. ഈ ദൃശ്യവും ഇതുപോലെ ധാരാളം ദൃശ്യങ്ങളുണ്ട്. ഈ ദൃശ്യങ്ങളൊക്കെ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ഭൂരിപക്ഷ ജനവിഭാഗങ്ങള് വിഭജന കാലത്ത് ഒന്നിച്ച് ജീവിച്ചവരും രാഷ്ട്രങ്ങൾ രണ്ടായി പിരിഞ്ഞുപോയതിന്റെ വേദന ഇന്നും ഉള്ളിൽ പേർന്നവരുമാണ്. അവർ ഒരിക്കലും അതിർത്തിയിലെ ചോരപ്പുഴയോ അല്ലെങ്കിൽ ഭീകരവാദത്തെയോ രാജ്യങ്ങൾ തമ്മിലുള്ള കലഹങ്ങളെ ഒന്നും ആഗ്രഹിക്കുന്നില്ല. പരസ്പര ബഹുമാനത്തിലും സമാധാനത്തിലും തന്നെ കഴിയാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് വിഭാഗം ജനങ്ങളും സാധാരണ ജനങ്ങൾ അവർ കൊതിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്ക് പുറത്ത് നമുക്കറിയാം, ഗൾഫ് രാജ്യങ്ങളിലോ മറ്റു പാശ്ചാത്യ രാജ്യങ്ങളിലോ ഒക്കെ പണിയെടുക്കുന്നവർ ഇന്ത്യക്കാരും പാകിസ്ഥാനികളും ഒരുമിച്ച് പണിയെടുക്കുന്നുണ്ട്. ഒരു പാകിസ്ഥാനിയും ഒരു ഇന്ത്യക്കാരനും തമ്മിൽ കണ്ടുമുട്ടുമ്പോഴോ ഒന്നിച്ച് ജോലി ചെയ്യുമ്പോഴോ ഒന്നും ഈ രാഷ്ട്രീയ ശത്രുതകളോ ഇതൊന്നും അവർക്ക് ഉണ്ടാകാറില്ല. ഇതൊക്കെ അപ്രത്യക്ഷമാകാറുണ്ട്. അവിടെ അവർ ഒരേ ഭാഷ സംസാരിക്കുന്ന, ഒരേ സംസ്കാരം പങ്കിടുന്ന സഹോദരങ്ങളായിട്ട് മാറുന്നുണ്ട്. അതാണ് ഇതിന്റെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത്. പ്രതിസന്ധികളിൽ പരസ്പരം താങ്ങാകുന്ന സ്നേഹം പ്രകടിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്കറിയാം, എത്രയോ മലയാളികൾക്ക്, എത്രയോ ഇന്ത്യക്കാർക്ക് ഗൾഫിൽ അവർക്ക് പ്രയാസപ്പെടുന്ന സമയത്ത് പാകിസ്ഥാനികളാണ് സഹായം കൊണ്ടുവരുന്നത്. എന്നാൽ പാകിസ്ഥാൻ ഇന്ത്യയുടെ ശത്രുരാജ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ ശത്രു രാജ്യമാണ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് നീ അവിടെ കിടന്ന് നരയിക്കുന്ന ഏതെങ്കിലും പാകിസ്ഥാനി പറഞ്ഞായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും? വിദേശത്ത് ഏതെങ്കിലും ഇന്ത്യക്കാരനെ ഒരു പാകിസ്ഥാനിയോട് അങ്ങനെ പറഞ്ഞ് കാണാൻ കഴിയും? ഇല്ല. കാരണം ഇന്ത്യയിലെയും പാകിസ്ഥാനെയും സാധാരണക്കാർ ഈ ഐക്യം അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവരിൽ ചിലരുടെ പ്രവൃത്തികൾ, അത് ഇന്ത്യയിലും കുറെ വിഘടനവാദികളുണ്ട്, പാകിസ്ഥാനിലും കുറെ വിഘടനവാദികളുണ്ട്, അതുപോലെ ഭരണപരമായിട്ട് രാഷ്ട്രീയപരമായിട്ടുള്ള ചില വിരുദ്ധതകളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കത് സ്വപ്നത്തിൽ കൊണ്ട് നടക്കാനേ കഴിയൂ എന്നതും വസ്തുതയാണ്. ആഗോള സ്പോർട്സ് വേദികളിൽ രാഷ്ട്രീയം നോക്കാതെ നമ്മുടെ പതാകയെ ആദരിക്കാൻ ആ പാക് താരത്തെ പ്രേരിപ്പിച്ചത് ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾക്കിടയിലുള്ള ഇതേ സാംസ്കാരികമായിട്ടുള്ള ഒരു ബഹുമാനമാണ്. അതിർത്തിയിലെ കലുഷിതമായ രാഷ്ട്രീയ അന്തരീക്ഷത്തിനിടയിലും മാനവികതയുടെ വെളിച്ചം കെട്ടുപോയിട്ടില്ല എന്ന് ഈ പ്രവൃത്തി വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം സോഷ്യൽ മീഡിയയിലൂടെ ഈ വീഡിയോകൾ വൈറലായിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇരു രാജ്യങ്ങളിലുമുള്ള ചില ഛിദ്രശക്തികളും സ്വാർത്ഥരായിട്ടുള്ള താല്പര്യക്കാരായിട്ടുള്ള ചില രാഷ്ട്രീയക്കാരും അവരുടെ നിലനിൽപ്പിനായി ഈ ജനകീയ സൗഹൃദത്തെ മനഃപൂർവ്വം നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നതുകൂടി നമ്മൾ ചേർത്ത് വെക്കണം. വിദ്വേഷം വിതയ്ക്കുന്ന ഈ ശക്തികളെ മാറ്റി നിർത്തിയാൽ ഉപഭോഗരണത്തിലെ ജനങ്ങൾക്കിടയിലുള്ള പരസ്പര ബഹുമാനത്തിന്റെ ഉദാത്തമായ പ്രതീകമാണ് ആ പാക് താരം ഇന്ത്യൻ പതാകയോട് കാണിച്ചിട്ടുള്ള ആദരവ്. സമ്പത്തും അധികാരവും ഉണ്ടെങ്കിലും സംസ്കാരമില്ലാത്ത ഒരു സമൂഹമായി അമേരിക്കൻ വംശീയത അധപതിക്കുമ്പോൾ രാഷ്ട്രീയ ശത്രുതകൾക്കിടയിലും പരസ്പര ബഹുമാനത്തിന്റെ ആ വലിയ പാഠങ്ങൾ ഉപഭൂഖണ്ഡത്തിലെ ജനങ്ങൾ ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ വീഡിയോയ്ക്ക് വളരെ പ്രസക്തിയുള്ളത്. ഇന്ത്യയുടെ പതാക കീറിയ അമേരിക്കക്കാരൻ പാശ്ചാത്യ ലോകത്തിന്റെ സാംസ്കാരിക പാപ്പരത്വത്തെയും പതാക നെഞ്ചോട് ചേർത്ത പാക് താരം കിഴക്കിന്റെ മാനവിക മൂല്യങ്ങളെയുമാണ് ഓർമ്മിപ്പിക്കുന്നത്. Different angles. Don't forget to subscribe and support this channel.